അപ്പൊ വാലിബന്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ മോനെ കിടിലൻ സാധനം. വിഷ്വലൊക്കെ തീയേറ്റും. മാസോടെ അല്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ മാസ് സീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് മലൈക്കോട്ടെ വാലിബന്റെ ട്രെയിലർ ഹിഡൻ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ നേരെ പോയേക്കാം. തുടക്കം തന്നെ പറയാനുള്ളൊരു കാര്യം. നിങ്ങൾ ആരെങ്കിലും ലാലേട്ടന്റെ കയ്യിലെ ടാറ്റു ശ്രദ്ധിച്ചോ? ഈ ഒരു ടാറ്റു. ശരിക്കും ഈ ഒരു ടാറ്റു കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ഈ ഒരു ടാറ്റു കണ്ടിട്ട് തോന്നിയൊരു കാര്യം മെയ്സ് ടാറ്റു ആയിട്ടാണ്. ചിലപ്പോൾ ഇതിന്റെ ഗെയിം നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും. ഒരു മുത്ത് വെച്ച് ഓരോ വഴി വളഞ്ഞ് വളഞ്ഞ് കറക്റ്റ് സ്ഥലത്ത് എത്തിക്കുന്ന ഗെയിം. മേ ബി അതുപോലെ ആയിരിക്കാം ലാലേട്ടന്റെ ഈ ഒരു ചിത്രത്തിലേക്കുള്ള എൻട്രി. കാരണം പുള്ളിയുടെ ഒരു ജേണി ആയിരിക്കാം തുടക്കത്തിൽ. ആ ഒരു യാത്രക്കിടെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നതായിരിക്കാം ലാലേട്ടന്റെ കഥാപാത്രം. ആ എത്തിപ്പെടുന്ന സ്ഥലത്തുള്ള കാര്യങ്ങളായിരിക്കാം ചിത്രത്തിൽ. മേ ബി അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തിട്ട് വീണ്ടും യാത്ര തുടങ്ങുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കാം സെക്കൻഡ് പാർട്ടിന്റെ കാര്യങ്ങളൊക്കെ ഒരു റൂമർ പോലെ കേൾക്കുന്നത്. പിന്നെ ജയിക്കുന്നത് ഒരു ലഹരിയാണെന്നും അതിൽ മതിമറന്നു പോയാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി കണ്ടെത്താനാവില്ല എന്നും ട്രെയിലറിൽ പറയുന്നുണ്ട്. ഇതിനെ നമുക്ക് രണ്ട് കാര്യങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമത്തെ കാര്യം, വിജയത്തിൽ മതിമറന്നു നിൽക്കുന്ന ആൾക്ക് കൂടെ നിന്ന് ചതിക്കുന്ന ഒരാളെ തിരിച്ചറിയാനാവില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നൊരു ധാരണയായിരിക്കും അയാൾക്ക്. പിന്നെ വിജയത്തിൽ മതിമറന്നു നിൽക്കുന്ന ആൾക്ക് ആ ഒരു ലഹരി എപ്പോഴും വേണമെന്ന് തോന്നും. അതിനുവേണ്ടി എന്ത് ചതിപ്രയോഗം വേണമെങ്കിലും അയാൾ ചെയ്യും. ചിലപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറി ആളുകളെ ആയിരിക്കാം ട്രെയിലറിൽ കാണിച്ചു പോകുന്നത്. കാരണം ആ ഒരു സ്ഥലത്ത് മത്സരിച്ച് ചതിയിലൂടെ തോറ്റ ആളുടെ കൂടെയുള്ള ആളാണ് തോന്നുന്നു അവിടെ വെച്ച് കൊന്നു കളയുന്നത്. പിന്നെ അടുത്ത ഷോട്ടിൽ ഈ ഒരു ക്യാരക്ടർ വിഷമം കൊണ്ട് കാറ് വിളിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു കളരിയുടെ ആശാനായിരിക്കും. കാരണം ഇതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ഗ്ലിംസ് വന്നത്. അതിലായിട്ട് അടിവാരത്ത് കേളുമല്ലന്റെ 18 കളരി എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൽ പറയുന്ന കേളുമല്ലൻ ഈ ഒരു ക്യാരക്ടർ ആയിരിക്കാനാണ് സാധ്യത. പുള്ളിക്കാരന്റെ കളരിയിലെ ആളുകൾ ആ ചതിയിലൂടെ മരിച്ചു വീഴുന്നതായിരിക്കാം. ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട് മങ്ങോട്ട് കളരിയുടെ ആയുധം ചതിയാണെന്ന്. പിന്നെ അതിലൊരു ഡയലോഗ് ഉണ്ട് ട്രെയിലറിൽ. കണ്ണീരും ചോരയും കൊണ്ടാണ് കടലുണ്ടാകുന്നത്. ആ കടലിന്റെ അടിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരും. സൂര്യന്റെ തീ ഈ കോട്ട ചാമ്പലാകും. ഇത് കഴിഞ്ഞിട്ടാണ് ലാലേട്ടന്റെ സീൻ കാണിക്കുന്നത്. ആ ഒരു സൂര്യനായിട്ട് ഉദ്ദേശിച്ചത് ലാലേട്ടനെ ആണെന്ന് മനസ്സിലായി. ചിലപ്പോൾ ലാലേട്ടൻ ഒരു റിവെഞ്ചിന് വേണ്ടിയാണോ ഇങ്ങോട്ട് വരുന്നത്? ഈ ഒരു വരി കേട്ടിട്ട് സ്ട്രൈക്ക് ആയ ഒരു കാര്യം അതാണ്. പിന്നെ ഇന്നലെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഒരു റിവെഞ്ച് ഒക്കെ ഉണ്ടെന്ന്. ഈ ഒരു സീൻ കണ്ടിട്ട് എനിക്ക് ഓർമ്മ വന്നത് ഗെയിം ഓഫ് ത്രോൺസിലെ സെൽസി ലാനിസ്റ്ററിന്റെ ഈ ഒരു സീനാണ്. വില്ലൻ ക്യാരക്ടറെ ഒന്നും അല്ലാതാക്കുന്നതും ശരിക്കും ഒരു മൃഗമാക്കി മാറ്റുന്ന ഒരു സീനാണിത്. മേ ബി അങ്ങനൊരു സിറ്റുവേഷൻ ആയിരിക്കാം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ 25-ാം തീയതി എന്തായാലും കാണാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.